വായനാദിന കിസ് അഥവാ സാഹിത്യ കിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വർഷം മുതലാണ് കേരളത്തിൽ വായനാ ദിനം ആചരിക്കാൻ തുടങ്ങിയത്. 1996 മുതലാണ് കേരളത്തിൽ വായനാ ദിനം ആചരിക്കാൻ തുടങ്ങിയത്. ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്? PN പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനമായി നാം ആചരിക്കുന്നത്. PN പണിക്കർ മരണപ്പെട്ടത് ഏത് വർഷമായിരുന്നു? 1995 ജൂൺ 19. ആശയഗംഭീരൻ എന്നറിയപ്പെടുന്ന കവി ആരാണ്? ആശയഗംഭീരൻ എന്നറിയപ്പെടുന്ന കവി കുമാരനാശാൻ. കഥാപാത്രങ്ങൾക്ക് പേരില്ലാത്ത മലയാള നോവലേത്? മരണ സർട്ടിഫിക്കറ്റ്. ആനന്ദ് എന്നറിയപ്പെടുന്ന P. സച്ചിദാനന്ദൻ ആണ് മരണ സർട്ടിഫിക്കറ്റ് എന്ന നോവൽ രചിച്ചത്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഭാര്യ ഫാബി ബഷീറിൻ്റെ ആത്മകഥയുടെ പേരെന്ത്? ബഷീറിൻ്റെ എടിയെ. എഴുത്തച്ഛൻ പുരസ്കാരം വീട്ടിൽ കൊണ്ടുവന്നു തന്നാൽ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്ന് നിർബന്ധം പിടിച്ച സാഹിത്യകാരൻ ആരായിരുന്നു? പൊൻകുന്നം വർക്കി. A-B എന്ന കഥയുടെ കർത്താവ് ആരാണ്? കോവിലൻ. സ്വന്തം പിതാവിൻ്റെ മരണം പശ്ചാത്തലമാക്കി വയലാർ രചിച്ച ഭാവകാവ്യം ഏത്? ആത്മാവിൽ ഒരു ചിത. ആത്മകഥ നോവലായി രചിച്ച നോവലിസ്റ്റ് SK പൊറ്റക്കാട്. ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയ മലയാള നോവൽ ഏതാണ്? അഗ്നിസാക്ഷി. ഈശ്വരൻ അറസ്റ്റിൽ എന്ന നാടകം എഴുതിയത് ആരാണ്? NN പിള്ള. മലയാളത്തിലെ സാഹിത്യത്തിനുള്ള ഏറ്റവും വലിയ പുരസ്കാരം ഏതാണ്? എഴുത്തച്ഛൻ പുരസ്കാരം. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം. ഇത് ആരുടെ വരികളാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. MT വാസുദേവൻ നായരും NP മുഹമ്മദും ചേർന്ന് എഴുതിയ നോവൽ ഏതാണ്? അറബിപ്പൊന്ന്. ബഷീറിൻ്റെ തൂലികാനാമം എന്താണ്? പ്രഭ. പുനത്തിൽ കുഞ്ഞബ്ദുള്ളയും സേതുവും ഒന്നിച്ചെഴുതിയ കൃതി നവഗ്രഹങ്ങളുടെ തടവറ. ആദ്യ വയലാർ അവാർഡ് ജേതാവ് ആരാണ്? ലളിതാംബിക അന്തർജനം. നിളയുടെ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? P. കുഞ്ഞിരാമൻ നായർ. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നതാരാണ്? MT വാസുദേവൻ നായർ. ആദ്യത്തെ ജനകീയ കവി എന്നറിയപ്പെടുന്നതാരാണ്? കുഞ്ചൻ നമ്പ്യാർ. മലയാള ഭാഷയുടെ മാതാവ് എന്നറിയപ്പെടുന്നത് തമിഴ് ഭാഷ. സുകുമാർ അഴീക്കോടിലെ വയലാർ അവാർഡ് ലഭിച്ച കൃതി ഏതാണ്? തത്വമസി. കാക്കേ കാക്കേ കൂടവിടെ. ഇത് ആരുടെ വരികളാണ്? ഉള്ളൂർ. എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യ വനിത ആരാണ്? ബാലാമണിയമ്മ. എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ രണ്ടാമത്തെ വനിത കമല സുരയ്യ. ONVക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ്? ഉപ്പ്. ഓർമ്മയുടെ തീരങ്ങളിൽ എന്നത് ആരുടെ ആത്മകഥയാണ്? തകഴി ശിവശങ്കരപിള്ള. ഞാൻ എന്നത് ആരുടെ ആത്മകഥയാണ്? NN പിള്ള. ജീവിതപാത ആരുടെ ആത്മകഥയാണ്? ചെറുക്കാട്. ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാലിൽ. ഇത് ആരുടെ വരികളാണ്? വള്ളത്തോൾ. കുറ്റിപ്പെൻസിൽ ആരുടെ കൃതിയാണ്? കുഞ്ഞുണ്ണി. വയലാർ അവാർഡ് നേടിയ ആരാച്ചാർ ആരുടെ കൃതിയാണ്? KR മീര. 1.25 കോടി മലയാളികൾ ആരുടെ രചനയാണ്? PMS. ഞാനൊരു പുതിയ ലോകം കണ്ടു എന്ന കൃതി എഴുതിയത് ആരാണ്? AKG. കയ്യും തലയും പുറത്തിടരുത്. ഇത് ആരുടെ കൃതിയാണ്? തോപ്പിൽ ഫാസിൽ. ഭൂതപ്പാട്ട് എഴുതിയതാരാണ്? ഇടശ്ശേരി ഗോവിന്ദൻ നായർ. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ മാറ്റും അതുകളിൽ നിങ്ങളെത്താൻ. ഇത് ആരുടെ വരികളാണ്? കുമാരനാശാൻ. രാച്ചിയമ്മ എന്ന കഥ ആരുടെയാണ്? ഉറൂബ്. ഓടക്കുഴൽ അവാർഡ് ആദ്യമായി ലഭിച്ചത് ആർക്കാണ്? വെണ്ണിക്കുളം ഗോപാലകുറുപ്പ്. മലയാളത്തിലെ ആദ്യത്തെ ഖണ്ഡകാവ്യം ഏത്? വീണപൂവ്. കുമാരനാശാന്റെ വീണപൂവ്. വാഴക്കുല എന്ന കവിത രചിച്ചതാരി? ചങ്ങമ്പുഴ. മലയാളത്തിലെ ആദ്യത്തെ ഗണിതശാസ്ത്ര ഗ്രന്ഥം ഏതാണ്? യുക്തിഭാഷ. വിട്ടും തിരുത്തും ആരുടെ ചെറുകഥാ സമാഹാരമാണ്? വയലാർ. SK പൊറ്റക്കാടിൻ്റെ ആദ്യ നോവൽ ഏതാണ്? നാടൻ പ്രേമം. എന്നിലൂടെ എന്ന ആത്മകഥ ആരുടേതാണ്? കുഞ്ഞുണ്ണി മാഷ്. മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം ഏത്? പാട്ടബാക്കി എന്ന രാഷ്ട്രീയ നാടകം രചിച്ചതാര്? K. ദാമോദരൻ. ബഷീറിൻ്റെ ബാലസാഹിത്യ കൃതി ഏതാണ്? സർപ്പയജ്ഞം. P. കുഞ്ഞിരാമൻ നായരുടെ ഏത് കൃതിക്കാണ് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത്? കളിയച്ഛൻ 1959. തകഴിയുടെ കയർ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയതാരാണ്? R. ശ്രീകണ്ഠൻ നായർ. സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിലേക്ക് ഏറ്റവും കൂടുതൽ പരിഭാഷ ചെയ്യപ്പെട്ട കൃതി ഏതാണ്? ശാകുന്തളം. ഹിന്ദുചൂടൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നതാരാണ്? KK നീലകണ്ഠൻ. അച്ചടിച്ച ആദ്യ മലയാള പുസ്തകം ഏത്?
സംക്ഷേപ വേദാർത്ഥം 1772 റോമിൽ വെച്ചായിരുന്നു അച്ചടിച്ചത്. ഇന്ത്യയിൽ അച്ചടിച്ച ആദ്യ മലയാള പുസ്തകം ഏതാണ്? 4 സുവിശേഷങ്ങൾ. കേരളത്തിൽ ആദ്യമായി കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ സാഹിത്യകാരൻ ആരാണ്? ആർ നാരായണ പണിക്കർ. ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ കവി ആരാണ്? ജി ശങ്കരക്കുറുപ്പ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരം ഏതാണ്? ജ്ഞാനപീഠം. കേരള സർക്കാർ നൽകുന്ന ഏറ്റവും ഉന്നതമായ സാഹിത്യ പുരസ്കാരം ഏതാണ്? എഴുത്തച്ഛൻ പുരസ്കാരം. ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ശൂരനാട് കുഞ്ഞൻപിള്ള. കേരളത്തിലെ ആസ്ഥാന കവി എന്നറിയപ്പെടുന്നതാരാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. ആദ്യത്തെ വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചതാർക്കാണ്? പാലാ നാരായണൻ നായർ. സരസ്വതി സമ്മാനം ലഭിച്ച ഏക മലയാളി ആരാണ്? ബാലാമണിയമ്മ. പത്മഭൂഷൺ നേടിയ ആദ്യ മലയാള കവി ആരാണ്? ജി ശങ്കരക്കുറുപ്പ്.